ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് വീണ്ടും ലൈവിൽ നാളെ നടക്കുന്ന SSLC ക്രിസ്മസ് പരീക്ഷയിലെ സാധ്യതാ ചോദ്യങ്ങളുമായി CEO ഷുഹൈബ് ഓൺലൈൻ ചാനലിന്റെ ലൈവിലെത്തി വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, വിവരങ്ങൾ. വൃന്ദ, ഈ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലും അതുപോലെ തന്നെ വലിയ ആരോപണങ്ങൾക്ക് വിധേയരായ MS സൊല്യൂഷനാണ് ഇപ്പോൾ വീണ്ടും ലൈവിൽ എത്തിയിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് MS സൊല്യൂഷൻ തിരിച്ചെത്തിയത് എന്ന് തന്നെയാണ് പറയാനിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ചിത്രീകരണത്തിന്റെ താഴെയുള്ള കമന്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. വിദ്യാർത്ഥികളടക്കം അത്രയേറെ ആത്മവിശ്വാസത്തോടും അതുപോലെ തന്നെ വലിയ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് MS സൊല്യൂഷൻ എന്നാണ് ഈ ഒരു ലൈവ് ചാറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. അത്രയേറെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളടക്കം ഈ ഒരു സ്ഥാപനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ CEO ഷുഹൈബ് ഈ വീഡിയോയിൽ ഉടനീളം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തന്നെ വിശ്വസിച്ച വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് അവരെ ഈ ഒരു SSLC പരീക്ഷ എത്രയും പെട്ടെന്ന് അതുപോലെ തന്നെ വിജയിപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും, അതുകൂടാതെ തന്നെ നാളെ നടക്കാനിരിക്കുന്നത് കെമിസ്ട്രി പരീക്ഷയാണ്. ഈ കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ ചോദ്യോത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ വിദ്യാർത്ഥികൾക്കായി പറഞ്ഞു നൽകിയിട്ടുള്ളത്. ഇന്ന് 8 മണിക്കായിരുന്നു ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിരവധി വിദ്യാർത്ഥികളാണ്, ഏകദേശം ഒരു 1K അപ്പുറത്തേക്ക് ആയിരത്തിൽ അപ്പുറത്തേക്ക് ആളുകൾ വിദ്യാർത്ഥികളാണ് ഈ ഒരു വീഡിയോ വീക്ഷിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് ഷുഹൈബ് പറയുന്നത്, തനിക്കെതിരെയുള്ള ചെയ്യാത്ത തെറ്റിനാണ് താൻ ഇരയായത്, തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം താൻ നിഷേധിക്കുകയാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഈ ഒരു വീഡിയോയിലടക്കം ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. അതുകൂടാതെ തന്നെ കൃത്യമായ നിലപാടുള്ള ഒരു സ്ഥാപനമാണ് MS സൊല്യൂഷൻ. അത് കൃത്യമായ നിലപാട് കൊണ്ട് തന്നെ MS സൊല്യൂഷൻ പോവുകയും ചെയ്യും. മാധ്യമ വാർത്തകളിൽ വിശ്വസിക്കരുതെന്നും തന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഷുഹൈബ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ വാർത്തയ്ക്ക് പിന്നിലുള്ള സത്യങ്ങൾ തെളിയിക്കാൻ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കൃത്യമായ ആളുകളെ വെച്ചിട്ടുണ്ടെന്നും സത്യം പുറത്തു വരും തുടങ്ങിയ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള വാക്കുകളാണ് അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പോലും ആ ഒരു വിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് ഈ ഒരു മണിക്കൂർ പരീക്ഷ അരമണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാവുന്ന രീതിയിൽ വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നീളുന്ന ഈ ഒരു ലൈവ് വീഡിയോയിൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ KSUവിന്റെ ഈ ഒരു പത്രസമ്മേളനത്തിൽ KSU കൃത്യമായി പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ സർക്കാർ ഒരു പുകമറ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു KSUവിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ ഒരു കെമിസ്ട്രി പരീക്ഷ കഴിയുന്നതോടൊപ്പം തന്നെ KSU ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത്, ഈ പറയുന്ന വീഡിയോയിൽ നിന്നുള്ള കൃത്യമായ ഏതെങ്കിലും പ്രഡിക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും KSUവിന്റെ പ്രതികരണം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വൃന്ദ, അഭിന, ഈ കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിരവധി വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ ഒരു ലൈവ് തുടർന്ന സാഹചര്യത്തിൽ വീക്ഷിക്കാൻ നിരവധി വിദ്യാർത്ഥികളാണ് എത്തുന്നത്. ഈ ഒരു കേസ് തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പങ്കുവച്ചതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമോ വന്നിട്ടുണ്ടോ? നിലവിൽ ഈ ഒരു വീഡിയോ വന്നതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോക്കകത്ത് തന്നെ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്, വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളടക്കം ഇത് വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ തന്നെ KSU അടക്കമുള്ള ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കൾ മുൻപും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം വേണം. അതുകൂടാതെ തന്നെ ഈ സ്ഥാപനങ്ങളിലേക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധ്യാപകരും അനധ്യാപകരടക്കമുള്ള ആളുകൾ ഇതിലെ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ KSU ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നത്, ഏത് വഴിയിലൂടെയാണ് എന്നുള്ളത് തങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് സർക്കാർ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അത് മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് KSUവിന്റെ ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ അധ്യാപകരെ അടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്
ഈ ഒരു അന്വേഷണത്തിന് വിധേയമാക്കി അവരുടെ മൊഴികൾ അടക്കം രേഖപ്പെടുത്തണം എന്നുള്ളതായിരുന്നു KSUവിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതായാലും ഈ ഒരു ആവശ്യം ഈ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ അംഗീകരിക്കുകയും കൃത്യമായ രീതിയിൽ ഈ ഒരു നടപടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇന്ന് ക്രൈംബ്രാഞ്ച് ഉന്നതതല യോഗത്തിൽ യോഗം ചേരുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ അധ്യാപകരെ അടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു ആരോപണം വലിയ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലൊരു വലിയൊരു ആരോപണമാണ് ഈ കുറഞ്ഞ നേരം കൊണ്ട് ഒരു ഹീറോ പരിവേഷം നേടിക്കൊണ്ട് CEO ഷുഹൈബ് എത്തിയിരിക്കുന്നത്. അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് കൂടാതെ ഈ MS സൊല്യൂഷന്റെ ഈ ഒരൊറ്റ വീഡിയോ കൂടാണ്ട് മറ്റ് 5 ചാനലുകൾ കൂടി MS സൊല്യൂഷൻ ഇറക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ CEO ആയിട്ടുള്ള ഷുഹൈബ് ഈ വീഡിയോക്കകത്ത് പറയുന്നതും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ഈ ഷുഹൈബിന്റെ ഭാഗത്തു നിന്നും MS സൊല്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഈ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ്, എന്തൊക്കെ രീതിയിലായിരിക്കും ഇനി വിദ്യാർത്ഥി സംഘടനകൾ അടക്കം ഏതൊക്കെ രീതിയിലായിരിക്കും ഇതിനെ സമീപിക്കുക എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. വൃന്ദ. ശരി, ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് വീണ്ടും ലൈവിൽ എത്തിയിരിക്കുകയാണ്. നാളെ നടക്കുന്ന SSLC ക്രിസ്മസ് പരീക്ഷയിലെ സാധ്യതാ ചോദ്യപേപ്പറുകളുമായി CEO ഷുഹൈബ് ഓൺലൈൻ ചാനലിലാണ് ലൈവിലെത്തിയത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അബിന.